ജോലിഭാരം കുറച്ച് സ്ട്രെസ് കുറച്ച് വീടിന് നല്ലൊരു നീറ്റ് ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ വീട് എപ്പോഴും ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. എന്നാൽ വീട് ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പൊതുവേ ചെയ്യുന്ന ചില തെറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എത്ര ഒതുക്കിയാലും ആ ഒരു രീതി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കാത്തതിന്റെ കാരണങ്ങളും നമ്മൾ ഈ തെറ്റുകൾ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. ഞാൻ അപർണ വിവേക് കുമാർ. എല്ലാവർക്കും ലേഡീസ് നോട്ട്പാഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ഒരുപാട് തരത്തിലുള്ള ഓർഗനൈസേഴ്സ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. എത്ര സ്പേസ് ഇല്ലാത്ത സ്ഥലത്തും കൂടുതൽ സ്പേസ് കൂടുതൽ എഫിഷ്യൻ്റ് ആയ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് ഇത്തരം ഓർഗനൈസേഴ്സ് നമുക്ക് ഒരുപാട് സഹായിക്കുകയും ചെയ്യും. എന്നാൽ നമ്മളിൽ പലരും ചെയ്യുന്ന ഒരു വലിയ മിസ്റ്റേക്കാണ് ഇത്തരം ഓർഗനൈസേഴ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായ മെഷർമെന്റ് ചെക്ക് ചെയ്യാതെ നമ്മളത് വാങ്ങുക എന്നുള്ളത്. അതായത് നമ്മളിപ്പോൾ എവിടെയാണ് ആ ഓർഗനൈസർ ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തിൻ്റെ മെഷർമെന്റ് എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇപ്പോൾ ഏത് ഓൺലൈൻ സൈറ്റിലാണെങ്കിലും അതിൻ്റെ മെഷർമെന്റ് കൃത്യമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അത് ചെക്ക് ചെയ്ത് നോക്കണം, നമ്മൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തും ഇതേ മെഷർമെന്റിൽ ഈ സാധനം ഫിറ്റ് ആവുമോ എന്നുള്ളത്. മെഷർമെന്റ് എടുക്കാതെ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ നമുക്കത് ഫിറ്റ് ആയില്ല എന്ന് വരും. അതുകൊണ്ട് എപ്പോഴും ഏതൊരു ഭാഗവും നമ്മൾ ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് ഓർഗനൈസേഴ്സ് വാങ്ങി ഓർഗനൈസ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ കൃത്യമായിട്ടുള്ള മെഷർമെന്റ് എവിടെയാണ് നമ്മളത് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടുത്തെ മെഷർമെന്റും അതുപോലെ തന്നെ ഏത് ഐറ്റമാണ് നമ്മൾ വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെഷർമെന്റും കൃത്യമായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം. പ്രത്യേകമായി വീടിന്റെ ഒരു ഭാഗം നമ്മൾ ഓർഗനൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ആ ഭാഗത്തു നിന്ന് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ആദ്യം റിമൂവ് ചെയ്യാന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കണം. അതായത് ഓർഗനൈസ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എല്ലാ ഐറ്റംസും പുറത്തെടുത്ത് നമ്മൾ ആവശ്യം ഇല്ലാതെ, അതായത് നമ്മൾ ഉപയോഗിക്കാതെ വച്ചിരിക്കുന്ന ഐറ്റംസ് കണ്ടെത്തി അതിനെ ഉടനെ തന്നെ അവിടെ നിന്ന് എടുത്ത് മാറ്റാം. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ വീടിന്റെ പല ഭാഗങ്ങളിലും ഇതുപോലെ നമ്മൾ ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ ഇനി നമുക്ക് ആവശ്യമില്ലാത്ത ചിലപ്പോൾ ഡാമേജ് വന്ന പല ഐറ്റംസ് വരുന്ന ഒരുപാട് സ്ഥലം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടാവാം. അപ്പം അത് കണ്ടെത്തി അതിനെ ആദ്യം അവിടെ നിന്ന് ഒഴിവാക്കിയതിന് ശേഷം മാത്രം പുതിയ ഐറ്റംസ് പർച്ചേസ് ചെയ്യാം. മെയിനായിട്ട് ചിലപ്പോൾ എക്സ്പയർ ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കാം. ഏതൊരു സ്ഥലത്തും കൂടുതൽ ഐറ്റംസ് നമുക്ക് കൂടുതലായിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം, എക്സ്പയർ ആയതാണോ നമുക്ക് ആവശ്യമില്ലാത്തതാണോ എന്നുള്ളത്. അതിനുശേഷം നമ്മൾ ഏതൊരു സ്ഥലവും ഓർഗനൈസ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾക്ക് സ്പേസ് ഉണ്ടാവുകയും ചെയ്യും, ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമുക്ക് വീട്ടിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യാം. വീട് അടുക്കി പറക്കണം എന്ന് വിചാരിക്കുന്ന സമയത്ത് ചെയ്യുന്ന മറ്റൊരു വലിയ മിസ്റ്റേക്കാണ് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കുന്നത്. ചിലപ്പോൾ ഒത്തിരി നാളുകളായിട്ട് നമ്മൾ പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ച് പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടിരുന്ന കാര്യമായിരിക്കാം. ചിലപ്പോൾ പെട്ടെന്നൊരു മോട്ടിവേഷൻ തോന്നുന്ന ദിവസം നമ്മളെല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ച് എല്ലാം എടുത്ത് ഓർഗനൈസ് ചെയ്യാനായിട്ട് തുടങ്ങും. എന്നാൽ അവസാനം സംഭവിക്കുന്നതോ എല്ലാം കൂടി ഒരുമിച്ച് നമ്മളെടുത്ത് പുറത്തിട്ട് ഒരു ഐറ്റംസും കൃത്യമായ രീതിയിൽ ഓർഗനൈസ് ചെയ്ത് തീർക്കാനായിട്ട് നമുക്ക് അന്നത്തെ ദിവസം കഴിഞ്ഞെന്ന് വരില്ല. കൂടുതൽ മെസ്സ് ഉണ്ടാക്കാന്നല്ലാതെ നമ്മുടെ വീട് ഓർഗനൈസ് ചെയ്യാന്നുള്ള നമ്മുടെ ഗോള് ഇതിൽ നിന്ന് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ഒരൊറ്റ വീക്കെൻഡ് കൊണ്ട് എല്ലാ ഭാഗങ്ങളും ഞാൻ ഒരുമിച്ച് ക്ലീൻ ചെയ്യുന്നുള്ള ഒറ്റ വാശിക്ക് നമ്മൾ തുടങ്ങുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ. അവസാനം നമ്മൾ ക്ഷീണിച്ച് നമുക്ക് ഒരു ഭാഗവും കൃത്യമായ രീതിയിൽ ഓർഗനൈസ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ ചെന്നെത്തും. എപ്പോഴും ചെറിയ ഭാഗങ്ങളായിട്ട് ഏതെങ്കിലും ഒരു ഭാഗം ആദ്യം എന്നുള്ള നിലയ്ക്ക് ചെറിയ ചെറിയ കബോർഡുകളായിട്ടോ ചെറിയ ചെറിയ റൂമുകളായിട്ടോ നമുക്ക് ഓർഗനൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. പയ്യെ തിന്നാൽ പനയും തിന്നാമെന്നല്ലേ, അതുകൊണ്ട് ചെറിയ ചെറിയ പാർട്ടുകളായിട്ട് വീടിന്റെ പല ഭാഗങ്ങളും ഓർഗനൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം, ഒരുമിച്ച് ഒറ്റയടിക്ക് ചെയ്തു തീർക്കാൻ ശ്രമിക്കാതെ. നമ്മൾ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളും ജീവിത ശൈലികളും എല്ലാം വ്യത്യസ്തമാണല്ലോ. വീട് ഓർഗനൈസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ് നമ്മുടെ വീടിനെ മറ്റൊരാളുടെ വീടുമായിട്ട് കമ്പയർ ചെയ്യാന്നുള്ളത്. വീട് അടുക്കി പെറുക്കി വെക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണെന്നും അത് മാത്രമല്ല നമുക്ക് കൂടുതൽ സ്പേസ് ഉണ്ടാക്കാനും കൂടുതൽ സ്ട്രെസ് കുറയ്ക്കാനും സമയം ലാഭിക്കാനും, അതായത് ഫങ്ഷണാലിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീട് ഓർഗനൈസ് ചെയ്യാന്നുള്ളത് കൃത്യമായിട്ടുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവണം. മറ്റൊരാളുടെ വീട് പോലെ ആക്കാനല്ല നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നതെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ആലോചിക്കുക. വേറൊരാളുടെ വീട്ടിലുള്ള ഓർഗനൈസിങ് ടെക്നിക്സ് ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ വർക്കൗട്ട് ആയില്ല എന്ന് വരും. ചിലപ്പോൾ നമ്മുടെ വീടിന്റെ ഘടന അങ്ങനെ ആയിരിക്കാം. നമ്മുടെ വീടിന് ഏറ്റവും സ്യൂട്ടാകുന്ന രീതിയിലുള്ള ഓർഗനൈസേഷൻ മെത്തേഡ് എന്താണെന്ന് കണ്ടെത്തി അതുപോലെ ഓർഗനൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം.
വീട് അടുക്കി പറക്കി വെക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ചില ഐറ്റംസ്, അതായത് എന്നും നമുക്ക് ആവശ്യമുണ്ടെന്നുള്ള ചില ഐറ്റംസ് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളത്. ഉദാഹരണത്തിന് നമ്മൾ ഡ്രസ്സുകൾ വെച്ചിരിക്കുന്ന അലമാരയിൽ നമ്മൾ എന്നും ഉപയോഗിക്കുന്ന ഡെയിലി വെയറുകളൊക്കെ നമ്മൾ പുറകിലും അതുപോലെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലാണ് ഓർഗനൈസ് ചെയ്ത് വെച്ചെന്നുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഡ്രസ്സുകളുടെ കാര്യത്തിലാണെങ്കിൽ ഡെയിലി നമുക്ക് ആവശ്യമുള്ള യൂണിഫോമുകൾ, അതുപോലെ ഡെയിലി വെയറുകൾ, അടുക്കളയിലാണെങ്കിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന മസാല പൗഡറുകൾ, ഇതൊക്കെ പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു സിസ്റ്റം നമുക്ക് കുറച്ച് നാൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് എളുപ്പമായിരിക്കും. കൺവീനിയൻ്റ് അല്ലാത്ത രീതിയിൽ നമ്മൾ കബോർഡുകളുടെ ഉള്ളിലോ അല്ലെങ്കിൽ മറ്റ് എടുക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലോ ഇത്തരം ഐറ്റംസ് ഓർഗനൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നാൾ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഡെയിലി എടുക്കുന്ന സാധനങ്ങൾ കൺവീനിയൻ്റ് ആയ രീതിയിൽ ഓർഗനൈസ് ചെയ്യാം. വീടിന്റെ എല്ലാ സ്ഥലവും നല്ല വൃത്തിയായിട്ട് കൃത്യമായിട്ട് നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെച്ച രീതിക്ക് തന്നെ ഇരിക്കണം എന്ന് നമുക്ക് പലർക്കും ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അത് നടക്കാറില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന രീതിയിൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കാത്തത് കൊണ്ടാണ്. ഇങ്ങനെ നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ഥലം നമുക്ക് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കാത്തതിന് ഒരു പ്രധാനപ്പെട്ട കാരണം വീട്ടിലുള്ള മറ്റു മെമ്പേഴ്സിനും കൂടി കൺവീനിയൻ്റ് ആയ രീതിയിൽ നമ്മൾ ഓർഗനൈസ് ചെയ്യാത്തതാവാം. ഒറ്റയടിക്ക് ഒരു സ്ഥലം നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് ഓർഗനൈസ് ചെയ്യുന്നതിനേക്കാൾ വളരെയധികം നല്ലതാണ് എല്ലാ ആഴ്ചയും ഓരോ സ്ഥലങ്ങളായിട്ട് ചെറിയ രീതിയിൽ ഓർഗനൈസ് ചെയ്ത് പോവുക എന്നുള്ളത്. കൃത്യമായിട്ട് ഒരു ക്ലീനിങ് ഷെഡ്യൂളും ഓർഗനൈസിങ് ഷെഡ്യൂളും പ്ലാൻ ചെയ്തതിന് ശേഷം ആഴ്ചയിൽ ഓരോ ദിവസം ഒരു കബോർഡ് എന്ന നിലയ്ക്ക് നമുക്കൊന്ന് കൃത്യമായിട്ട് റീഓർഗനൈസ് ചെയ്താൽ മതിയാവും. വലിയ ബുദ്ധിമുട്ടില്ലാതെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല നമ്മൾ ഇങ്ങനെ ചെറിയ രീതിയിൽ എല്ലാ ആഴ്ചയിലും ഓരോ ദിവസവും ഓരോ സ്ഥലം വെച്ച് റീഓർഗനൈസ് ചെയ്യുന്ന സമയത്ത്. ദിവസത്തിൽ ഒരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്ത് സാധനങ്ങളുടെ വെക്കേണ്ട സ്ഥലത്തേക്ക് തന്നെ തിരിച്ച് നമ്മൾ എടുത്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് നമുക്ക് ഓർഗനൈസ് ചെയ്യേണ്ട ആവശ്യം തന്നെ വരുന്നില്ല. ഒരിക്കൽ ശീലമാക്കി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള റീഓർഗനൈസിങ് നമ്മുടെ ജീവിതത്തിന്റെ ഡെയിലി റൂട്ടീനിൽ ഒരു ഭാഗം തന്നെയായി മാറും. വീട് ഒതുക്കി വെക്കുന്ന സമയത്ത് കബോർഡുകൾക്കുള്ളിലെല്ലാം സ്ഥലം ഒട്ടും തന്നെ വിടാതെ മുഴുവൻ സ്ഥലവും ഫുള്ളാക്കി വെച്ചാലോ പിന്നീട് നമുക്ക് പുതിയ എന്തെങ്കിലും ഒരു ഐറ്റം വാങ്ങിയാൽ വെക്കാൻ സ്ഥലമില്ലാത്തൊരവസ്ഥ ഉണ്ടാവും. എല്ലാ കബോർഡിലും നമുക്കിങ്ങനെ ഫ്രീ സ്പേസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ ഡീക്ലട്ടറിങ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഉപയോഗിക്കാത്ത ഐറ്റംസിനെ കണ്ടെത്തി അവിടെ നിന്ന് ഉടനെ തന്നെ ഒഴിവാക്കി കഴിഞ്ഞാൽ എപ്പോഴും കുറച്ച് സ്പേസ് എക്സ്ട്രാ വിട്ടതിന് ശേഷം നമുക്ക് ഓർഗനൈസ് ചെയ്യാനായിട്ട് സാധിക്കും. പുതിയ എന്തെങ്കിലും ഐറ്റം വാങ്ങുന്ന സമയത്ത് അതിന് പ്രത്യേകമായിട്ടൊരു സ്ഥലം നമുക്ക് ഡെസിഗ്നേറ്റ് ചെയ്യാനും ഇങ്ങനെ നമ്മൾ സ്പേസ് വിടുന്നതിലൂടെ എളുപ്പത്തിൽ തന്നെ സാധിക്കുകയും ചെയ്യും. വീടിന്റെ പല ഭാഗങ്ങളും ഡീക്ലട്ടറിങ് ചെയ്യുന്ന സമയത്ത്, അതായത് ഓർഗനൈസിങ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ പറഞ്ഞതുപോലെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മൾ എടുത്തു മാറ്റണമല്ലോ. ഇങ്ങനെ ഡീക്ലട്ടറിങ്ങിന്റെ സമയത്ത് നമ്മൾ ഡൊണേഷൻസിന് വേണ്ടി മാറ്റിവെക്കുന്ന ഐറ്റംസ് നമുക്ക് കാണാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് വലിയൊരു തെറ്റാണ്. ഡൊണേറ്റ് ചെയ്യാമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ നമ്മൾ വീണ്ടും ലോഫ്റ്റിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ കബോർഡിന്റെ കാണാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അത് മിസ് ചെയ്യും. പിന്നെ നമ്മളത് വീട്ടിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കും. അടുത്ത് തന്നെ നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് ഈ ഐറ്റംസ് വീട്ടിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ലോഫ്റ്റിലും മറ്റും സ്റ്റോർ ചെയ്യാതെ ഡൊണേറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് നമുക്ക് കാണുന്ന രീതിയിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം. കൃത്യമായി ഓർഗനൈസ് ചെയ്ത ഒരു സ്ഥലം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ ലേബൽ ചെയ്ത് വെക്കാത്തതാണ്. ഓർഗനൈസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ കൃത്യമായി ലേബൽ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള മറ്റു മെമ്പേഴ്സിനും കൃത്യമായ രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഏതൊക്കെ ഐറ്റംസ് എവിടെയാണ് വെക്കേണ്ടതെന്ന് കൃത്യമായിട്ടുള്ള ഐഡിയ എല്ലാവർക്കും ഉണ്ടാകും. കൃത്യമായ ഒരു സിസ്റ്റം ഉണ്ടാക്കാനും വീട്ടിലുള്ള മറ്റു മെമ്പേഴ്സിനും അത് ഫോളോ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും ഇതുപോലെ ലേബലിംഗ് ചെയ്ത് വെക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് തന്നെ. ഒരു സാധനം എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തിരിച്ച് എവിടേക്കാണ് അത് പോകേണ്ടതെന്ന് കൃത്യമായി ഒരു ഐഡിയ എല്ലാവർക്കും ഉണ്ടാവുകയും ചെയ്യും. വീട് ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് പൊതുവെ നമ്മളിൽ പലരും ചെയ്യുന്ന ചില മിസ്റ്റേക്കുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. കൂടുതൽ ഐറ്റംസ് വാങ്ങുന്ന സമയത്തും ഓർഗനൈസേഴ്സ് വാങ്ങുന്ന സമയത്തും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കവർ ചെയ്തിരുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്.
വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലേഡീസ് നോട്ട്പാഡിൻ്റെ പുതിയൊരു വീഡിയോയിലൂടെ നമുക്കപ്പോൾ വീണ്ടും കാണാം.